ഓക്കെ, ഇതൊരു പേഴ്സണൽ കണ്ടന്റ് അല്ല. പക്ഷേ ഞാൻ ഇത് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഇന്ന് ഞാൻ വെറുതെ യൂട്യൂബ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അറിയാവുന്ന പരിചയമുള്ള കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ്, അതായത് പേഴ്സണൽ അല്ല, ഞാൻ മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള കാണുന്നതായിട്ടുള്ള വീഡിയോസിൽ ചില ഇൻഫ്ലുവൻസേഴ്സ് ലൈക്ക് അവർക്ക് ബാക്ക്ഗ്രൗണ്ട് സയൻസ് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ ബാക്ക്ഗ്രൗണ്ടോ അങ്ങനെയൊന്നുമില്ല. അവരുടെ പ്രൊഫഷൻസ് കംപ്ലീറ്റ്ലി അൺറിലേറ്റഡ് ടു വാട്ട് ദൈ പ്രൊഫസ്. ഇപ്പോൾ ഒരു ഡയറ്റീഷ്യൻ്റെ ജോലിയെടുത്ത് അല്ലെങ്കിൽ ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ ജോലിയെടുത്ത് ചെയ്യുന്ന കുറച്ച് ഒരു ബന്ധവുമില്ലാത്ത കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് പുഷ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റുകൾ. ഫുഡ് എപ്പോഴും ഒരു ഡിബേറ്റിന് കാരണമാവാറുണ്ട്. പേലിയോ ഡയറ്റ്, കീറ്റോ ഡയറ്റ്, വീഗൻ ഡയറ്റ്, പിന്നെ കാർണിവോർ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടൈപ്പ്, കുറേ കൈൻഡ് ഡയറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു പ്രത്യേക മരുന്ന് ഒരു ഇന്ന ഡയറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു മാന്ത്രിക സ്വഭാവമുണ്ടെന്നും നമ്മളുടേതായിട്ടുള്ള പ്രശ്നങ്ങളും നമ്മളുടേതായിട്ടുള്ള അസുഖങ്ങളും മാറ്റാൻ കഴിയും എന്നും പറഞ്ഞിട്ടുള്ള കുറേ വിശ്വാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പരിചയമായിട്ടുള്ള വ്രതം എടുത്തു കഴിഞ്ഞാൽ ഇന്ന ഗുണങ്ങളുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും പല ടൈപ്പ് വ്രതങ്ങളൊക്കെ എടുക്കാറുണ്ട്, നോമ്പുകൾ എടുക്കാറുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫുഡിനെ പറ്റിയിട്ടുള്ള മിസ്ഇൻഫർമേഷൻ, എല്ലാവർക്കും അവരവരുടെ ഒപ്പീനിയൻസ് പറയാം. പക്ഷേ ആ ഒപ്പീനിയൻസ് ഒരു വലിയ ഒരു പോപ്പുലേഷനെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ആ വസ്തുതകളുണ്ടോ, ഈ പറയുന്നതിന് ഏതെങ്കിലും രീതിയിൽ മോശമായിട്ട് ഒരു കോൺസിക്വൻസസ് ഉണ്ടോ എന്നുള്ള ഒരു ഉത്തരവാദിത്വം, ഒരു റെസ്പോൺസിബിലിറ്റി ഈ വലിയ ഒരു പബ്ലിക്കിനെ അഡ്രസ്സ് ചെയ്യാൻ, വലിയൊരു പോപ്പുലേഷൻ അഡ്രസ്സ് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിനുണ്ടാവും. അപ്പോൾ മേ ബി ഒരു പക്ഷേ അത് മിസ്ഇൻഫർമേഷൻ ആയിരിക്കും. മിസ്ഇൻഫർമേഷനിൽ വരുന്നത് ചിലപ്പോൾ ഫോൾസ് ഇൻഫർമേഷൻ. അവരുടെ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ള അറിവായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുകളിൽ നിന്ന് അവർ കണ്ടിട്ടുള്ളതായിട്ടുള്ള അനക്ഡോട്ടലായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അവർ മനസ്സിലാക്കിയിട്ടുള്ള അറിവായിരിക്കാം. അപ്പോൾ അവിടെ ഇൻറ്റൻറ്റ് ക്ലിയർ ആണ്, ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അവർ അതിനെ ഫാക്ട് ചെക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ ഒരു ചോദ്യം നിലനിൽക്കുന്നു. അത് ഫോൾസ് ഇൻഫർമേഷൻ ആയിരിക്കാം. പിന്നീട് ഡിസ്ഇൻഫർമേഷൻ വരുന്നുണ്ട്. ഡിസ്ഇൻഫർമേഷൻ പൊതുവെ കുറവാണെങ്കിലും വളരെ റെയറായിട്ടാണെങ്കിലും ഒരു ചെറിയ കമ്മ്യൂണിറ്റി തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ, തെറ്റായിട്ടുള്ള റിസൾട്ടിന് വേണ്ടിയിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ വോളണ്ടറിലി ചെയ്യുന്ന ഒരു പ്രവണതയെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ പറഞ്ഞിട്ടുള്ള ഫുഡ് അഡ്വൈസ്, വൈറലായിട്ട് പോകുന്ന ഏതെങ്കിലും വീഡിയോ, അല്ലെങ്കിൽ വൈറലായിട്ട് അൺപോപ്പുലർ ആയിട്ടുള്ള ഒപ്പീനിയൻ എപ്പോഴും വൈറലായി പോകും. പോപ്പുലർ ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യത്തിൽ വലിയ പുതുമയില്ല. സോ നമ്മൾ എക്സൈറ്റഡ് ആവില്ല, നമ്മൾ ഡോപ്പമിൻ ഒരു ഹിറ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ അൺപോപ്പുലർ ആയിട്ടുള്ള ഒപ്പീനിയൻ എപ്പോഴും പ്രീതികരമായിരിക്കും, അല്ലെങ്കിൽ അത് വൈറലാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ വൈറലാവുന്ന അഡ്വൈസുകൾ അത് ഫാക്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മുതിരുന്നവർ വളരെ കുറവായിരിക്കും. പക്ഷേ ഇവിടെ ഒരു അഡ്വൈസ് എന്നോണം ഞാൻ പേഴ്സണലി പറയുന്നത്, ഇതുപോലെ ടു ഗുഡ് ടു ബി ട്രൂ, നിങ്ങൾക്ക് ഇന്ന അസുഖങ്ങൾ മാറ്റാം. എനിക്കറിയാവുന്ന ഒരാളിങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ്റേതായിട്ടുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ അവളുടേതായിട്ടുള്ള കണ്ടീഷൻ മാറി, സോ യു മസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട് എന്ന് പറയുന്ന ഒരാൾ ആ ഒരു അഡ്വൈസ് അത് ഫാക്ട് ചെക്ക് ചെയ്യപ്പെടേണ്ട ഒരു സംഗതിയാണ്. ഇതെന്തുകൊണ്ടാണ് മാറ്റർ ചെയ്യുന്നത്? ഈ ഒരു കാലഘട്ടം വരെ ഡോക്ടർമാരെ നമുക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. ഡോക്ടർ എന്നുള്ള തലക്കെട്ടുണ്ട് എങ്കിൽ അവരെ വിശ്വസിക്കും. ആ ഡോക്ടർമാരുടെ ഉള്ളിൽ തന്നെ വേർതിരിവുണ്ട്, ആരെയൊക്കെ ഡോക്ടർ വിളിക്കണം. ഇപ്പോൾ ഒരു റിസർച്ച് ഫെല്ലോ, ഇപ്പോൾ ഒരു PhD എടുത്ത ഒരാളെ നമുക്ക് വേണമെങ്കിൽ ഡോക്ടർ എന്ന് വിളിക്കാം. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡോക്ടർ എന്ന് പറയുന്നത് എന്താണ്? രോഗം ചികിത്സിക്കുന്നതായിട്ടുള്ള ഡോക്ടർ. അതിൽ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ രോഗം ചികിത്സിക്കുന്ന ആളുകളെയും ഡോക്ടർ എന്ന് വിളിക്കാം. അതുപോലെ തന്നെ നാച്ചുറോപാത്തുകളെ, പച്ചിലയും കഷായവും അരച്ചെടുത്ത് കുടിപ്പിക്കുന്ന ആളുകളെയും, അല്ലെങ്കിൽ വെയിൽ കൊണ്ട് അസുഖം മാറ്റുന്ന, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ അസുഖങ്ങൾ മാറ്റും എന്നുള്ള വാഗ്ദാനം ചെയ്യുന്ന ആളുകളെയും ഡോക്ടറെന്ന് വിളിക്കുക. അവിടെ തെളിവുള്ളത് തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ വിശ്വാസയോഗ്യമായത് കൂടുതൽ തെളിവുള്ള ചികിത്സാ രീതിയാണ് എന്നും കൂടെ ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഡോക്ടേഴ്സിനെ വിശ്വസിച്ചിരുന്നു. ഏത് ഡോക്ടർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഓക്കെ, അത് ഡോക്ടർ പറഞ്ഞല്ലോ, അപ്പോൾ പിന്നെ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിശ്വസിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ മാറിക്കഴിഞ്ഞ് ഈ ഇൻഫ്ലുവൻസേഴ്സ് ഡോക്ടർ കുപ്പായി ഇട്ടിട്ട് കൈറോപ്രാക്ടർ, ഡോക്ടർ എറിക് ബർഗ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളൊരു കൈറോപ്രാക്ടറാണ്.
അയാൾക്ക് എങ്ങനെ അറിയാം ഏതെങ്കിലും ഒരു രീതിയുടെ ചികിത്സാ രീതി, അൺലെസ് ഹി ഗെറ്റ് ദ ഇൻഫർമേഷൻ ഫ്രം ഇൻ്റർനെറ്റ്. ലൈക്ക് നമുക്ക് ചാറ്റ് ജി പി ടി ഒക്കെയാണ്, ചാറ്റ് ജി പി ടിയിൽ നോക്കിയിട്ട് നമുക്ക് ഇന്ന രീതിയിൽ ഡയഗ്നോസിസ് നടത്തും, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ അതിൻ്റെ ചികിത്സയുണ്ട് എന്നറിയാൻ പറ്റും. പക്ഷേ ജസ്റ്റ് ബിക്കോസ് അയാളുടെ പേരിന് മുന്നിൽ ഒരു കൈറോപ്രാക്ടർ ആയിട്ടുള്ള ഒരാൾ പേരിന് മുന്നിൽ DR എന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഇന്ന അസുഖമുള്ള ആളെ അഡ്രസ്സ് ചെയ്തിട്ടൊരു വീഡിയോ ഉണ്ടാക്കാനോ അതിൻ്റെ ഡയഗ്നോസിസ് ഇന്നയാണെന്ന് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ചികിത്സാ രീതി ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാനോ ഉള്ള റൈറ്റ് ഇല്ല, അതിന് ലൈസൻസ് ഇല്ല. പിന്നീട് നടക്കുന്നത് എന്താണ്, ഇവരെ ശരിക്കുമുള്ള ഡോക്ടർമാർ ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഡയറ്റീഷ്യനുണ്ട്, അല്ലെ പിന്നെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട്. അപ്പോൾ അവർ നമ്മളുടെ ഇൻഡിവിജ്വൽ ബേസിസിൽ രോഗനിർണയം അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റ് പൊതുവെ രോഗനിർണയം ചെയ്യാറില്ലെന്നുള്ളതാണ് എൻ്റെ അറിവ്. ഡയറ്റീഷ്യനാണ് ആ ഒരു തലത്തിലേക്ക് പോകുന്നത്. പക്ഷേ എന്നിരുന്നാൽ തന്നെ നമ്മളുടെ ഭക്ഷണക്രമങ്ങളിൽ എന്തെങ്കിലുമൊക്കെ എലിമിനേറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അപാകതകൾ ഉണ്ടെങ്കിൽ ഡയറ്റീഷ്യനാണ് ഈ കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്യുന്നത്. കാരണം അവർ ഡോക്ടർ പഠിക്കുന്ന പോലെ തന്നെ പഠിച്ച് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളുകളാണ്. അവരെ വിട്ടിട്ട് ഇപ്പോൾ വൈറലാകുന്ന വീഡിയോയിലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ വിശ്വസിക്കുന്ന ഒരു പ്രവണതയാണ് കുറേ കാലമായിട്ട് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് തന്നെ കേട്ടിട്ടുള്ളത് സീഡ് ഓയിലുകൾ പ്രശ്നമാണ്. സീഡ് ഓയിൽ അങ്ങനെയാണ്, സീഡ് ഓയിൽ ഇങ്ങനെയാണ്. പക്ഷേ ശാസ്ത്രീയമായിട്ട് തെളിവുള്ളത് സീഡ് ഓയിലുകളാണ് ആനിമൽ ഫാറ്റിനേക്കാളും സേഫും ഈ മോർബിഡിറ്റീൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ ഒരു വലിയ റോള് ഈ പറഞ്ഞിട്ടുള്ള സീഡ് ഓയിൽസ് അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽസ് നമ്മൾ വിളിക്കുന്നതായിട്ടുള്ള എണ്ണകൾക്ക്, ആനിമൽ ഫാറ്റ്സ് അല്ലാത്ത എണ്ണകൾക്കുണ്ട് എന്നുള്ളതാണ് തെളിവുകളുള്ളത്. പിന്നെ റോ മിൽക്കാണ് ഹെൽത്തിയർ. പാസ്ചറൈസ്ഡ് പാലിനേക്കാളും അകിടിൽ നിന്ന് കറന്നെടുക്കുന്നതായിട്ടുള്ള പാലാണ് ഹെൽത്തിയർ എന്നുള്ളൊരു വാദം കൂടെ ഉണ്ട്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ അണുക്കൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഈ ഡയറക്റ്റ് കറന്നെടുത്തിട്ട് കുടിക്കുന്നതായിട്ടുള്ള പാലുകളാണ്. എല്ലാവർക്കും അസുഖം വരണമെന്നില്ല, പക്ഷേ നമ്മൾ തെളിവുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര ടെമ്പറേച്ചറിന് മുകളിൽ ചൂടാക്കിയിട്ട് ഈ അണുക്കളെ കൊന്നിട്ട് കുടിക്കുന്നതാണ് സേഫ്. പിന്നെ ഫ്രൂട്ട്സ്, എനിക്കൊന്ന് മിസ്റ്റർ ഗണ്ടി എന്നങ്ങാണ്ടാണ് പുള്ളിൻ്റെ പേര്, ഒരു ഡോക്ടറാണ്. അയാൾ പറയുന്നതാണ് മുന്തിരിങ്ങയിൽ ഇപ്പോൾ ഹെർഷീസ് ചോക്ലേറ്റ് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ കാലറി ഉണ്ട്, കുട്ടികളെ ഫാറ്റ് ആക്കുമെന്ന്. ഇതൊക്കെ റോങ് അഡ്വൈസസ് ആണ്, ഈവൻ ഇഫ് ദാറ്റ്സ് എ ഡോക്ടർ. പക്ഷേ അയാളുടെ പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ അയാളുടെ കൈകാര്യം ചെയ്യുന്ന വിഷയം ആയിരിക്കില്ല ഈ പറഞ്ഞിട്ടുള്ള ബേസിക് ന്യൂട്രീഷൻ ഇൻഫർമേഷൻ അല്ലാതെ ഒരു 4-5 MBBS കഴിയുന്ന ഒരു ഡോക്ടറിന് അത്ര അവേഴ്സ് ക്രെഡിറ്റുകൾ ന്യൂട്രീഷൻ്റെ കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഞാൻ ഡോക്ടേഴ്സുമായിട്ട് സംസാരിച്ചത് വെച്ചിട്ട് ഒരു 2 വർഷം മുമ്പ് വരെ ന്യൂട്രീഷന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ഈ ഡോക്ടേഴ്സിന് കൊടുക്കുന്നില്ല, അൺലെസ് അവരതിൽ സ്പെഷ്യലൈസ് ചെയ്യാതെ. അപ്പോൾ എങ്ങനെയാണ് ഫ്രൂട്ട് ഈ പറയപ്പെടുന്നതായിട്ടുള്ള ഹെർഷീസ് ചോക്ലേറ്റിനേക്കാളും കൂടുതൽ ഡേഞ്ചറോ അല്ലെങ്കിൽ കൂടുതൽ ഷുഗർ ബോംബ് എന്നൊക്കെയാണ് വിളിക്കുന്നത്? നമുക്കറിയാം എങ്ങനെയാണ് കാലറീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്. കാർബ് 4, ഫാറ്റ് 9, പ്രോട്ടീൻ 4, അതെങ്ങനെയാണ് ഏതൊക്കെ സമയത്താണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ചെറിയ രീതിയിൽ ഇതിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അൺബയസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഏതെങ്കിലും സെർച്ച് എഞ്ചിൻ വെച്ച് നോക്കിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ LLM വെച്ച് നോക്കിക്കഴിഞ്ഞാലോ നമുക്ക് കാണാൻ കഴിയും. ഇതിൽ പിന്നെ ഇതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളൊരു കുറച്ച് കീവേഡുകൾ എന്ന് വെച്ചാൽ ടോക്സിക്, ക്ലീൻ, പിന്നെ നാച്ചുറൽ. ഈ നാച്ചുറോപാത്തുകളുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവർ കൊടുക്കുന്ന അഡ്വൈസിനകത്ത് ഒരു നാച്ചുറൽ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ആഡ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളുടെ ലിവറിനെ ടോക്സിക് ആയിട്ടുള്ള ലിവറിനെ ഡീടോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലിവറിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വൈറലായിട്ടുള്ള വീഡിയോ ഉണ്ടായിരുന്നു. ലിവർ ഡീടോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ ഈ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടിട്ട് കഴുകുന്ന ഒരു വീഡിയോ ഡോക്ടർ ആബി ഫിലിപ്സിൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. സോ എന്താണ് മഞ്ഞൾ ലിവറിനെ ഡീടോക്സിഫൈ ചെയ്യുമെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തിയിട്ടുള്ള ടെസ്റ്റാണ്. സോ അവിടെ തന്നെ നമുക്ക് അതിൻ്റെ വേർതിരിവ് മനസ്സിലാവും, എങ്ങനെയാണ് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ എക്സ്പെരിമെൻറ്റ് എഞ്ചിനീയർ ചെയ്യുന്നതെന്നും അതേസമയം തന്നെ ഈ പ്രാചീന രീതിയിൽ എങ്ങനെയാണ് ഒരു അവർ പറയപ്പെടുന്നതായിട്ടുള്ള സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതുപോലെയുള്ള കീവേഡ്സ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിചാരിച്ചോളുക ഇതിനകത്ത് എന്തോ. ഞാൻ പറയുന്നത് അവിടെ
എന്താണ് സ്കെപ്റ്റിക് ആവുക, നമ്മൾ അന്വേഷിക്കുക, അവരെ ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. മേ ബി അവർ പറയുന്നത് ശരിയായിരിക്കാം, ഒരു പക്ഷേ അവർ പറയുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം. സോ ഓൾവേസ് ഇവിടെ ഒപ്റ്റിമിസ്റ്റിക് ആവുന്നതിന് പകരം കുറച്ച് പെസിമിസ്റ്റിക് ആവുന്നതാണ് എപ്പോഴും നല്ലത് ചെയ്യുന്നത്. ഇതിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ള അവസാനമായിട്ട്, നമ്മൾ കഴിക്കുന്നത് എന്താണ് എന്നറിഞ്ഞിരിക്കുക. അല്ലാതെ ആര് നമ്മളുടെ അടുത്ത് എന്ത് കഴിക്കണമെന്ന് പറഞ്ഞു എന്നുള്ള കാര്യം ഇഗ്നോർ ചെയ്യുക. ആര് പറഞ്ഞു കഴിഞ്ഞാലും ഇതാണ് നേരത്തെ പറഞ്ഞ ആ ഒരു ജനറൽ പോപ്പുലേഷനെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന അപാകത ഇതാണ്. നമ്മൾ ഒരു വലിയ സ്പെക്ട്രത്തിലുള്ള ആളുകളെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അതിൽ ചില ആളുകൾക്ക് ചില ഫുഡുകൾ അലർജൻസ് ആയിരിക്കും, ചില ആളുകൾക്ക് ഒരു ഇന്ന ഫുഡിനോട് പ്രത്യേക ഹൈപ്പർ റെസ്പോണ്ടേഴ്സ് എന്ന് പറയും. ഇപ്പോൾ ഫാറ്റ് കുറഞ്ഞ രീതിയിൽ കഴിച്ചു കഴിഞ്ഞാലും ആത്തറോസ്ക്ലെറോസിസിലോട്ട് ലീഡ് ചെയ്യുന്ന രീതിയിൽ ഉള്ള ഹൈപ്പർ റെസ്പോണ്ടേഴ്സ് ഉണ്ടാകും. പക്ഷേ അവർ ചിലപ്പം ലീനായിട്ടിരിക്കുന്നവരായിരിക്കും. പുറമേ നോക്കി കഴിഞ്ഞാൽ ആരോഗ്യമുണ്ട്, പക്ഷേ എന്നിരുന്നാൽ തന്നെ അവരുടെ ഉള്ളിലത്തെ ഫാറ്റിൽ ഗണ്യമായിട്ടുള്ള അളവിൽ കൂടുതലും പിന്നീട് ഈ ബ്ലോക്കും നമ്മളും ജനറലി പറയുന്നതായിട്ടുള്ള കണ്ടീഷൻസും കാർഡിയാക് ഇഷ്യൂസും വരാനുള്ള സാധ്യതയുള്ള കൂടുതൽ ആളുകളുണ്ട്. അപ്പോൾ നുവാൻസ്ഡ് ആണ് എല്ലാ അഡ്വൈസുകളും. പക്ഷേ വലിയൊരു ജനം ഇത് കാണുന്ന സമയത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള കോൺസിക്വൻസസും വരും. അതുകൊണ്ട് എടുക്കുന്ന അഡ്വൈസസ് ഇപ്പോൾ ആരാണെങ്കിലും നമ്മൾ കേൾക്കുന്നതായിട്ടുള്ളതിനെ എപ്പോഴും ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. അതിലെന്തെങ്കിലും ഫാക്റ്റുകൾ ഉണ്ടോ എന്നറിയുക. അല്ലാതെ ഇവർക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ ഈ കാര്യങ്ങൾ പറയുന്നത്, ഇതിൻ്റെ എവിഡൻസ് എപ്പോഴും അന്വേഷിക്കുക. താങ്ക്സ്.